എല്ലാ നിലക്കുള്ള കഷ്ടപ്പെട്ടിട്ടാണ് ആണുങ്ങൾ സ്വന്തം ഒരു കുടുംബത്തെ പോറ്റാൻ വേണ്ടി അധ്വാനിക്കുന്നത്. രാവിലെ എണീച്ച് അവൻ ജോലിയിലേക്ക് പോകുന്നു. രാത്രിയാകുമ്പോഴായിരിക്കും ചിലപ്പോൾ വീട്ടിലേക്ക് കടന്നു വരുന്നത്. സ്വല്പം വർക്ക് കിട്ടുന്നു. ആ വർക്ക് കിട്ടിയാൽ കിട്ടി, ഇല്ലെങ്കിൽ ഇല്ല. പിറ്റേന്ന് രാവിലെ എണീച്ച് അവൻ ഡ്യൂട്ടിയിലേക്ക് പോകണം. ഇതൊരു വാപ്പയുടെ കഥയാണ്, ഒരു ജ്യേഷ്ഠന്റെ കഥയാണ്, ഒരു കുടുംബത്തിന്റെ അത്താണിയുടെ കഥയാണ് ഞാൻ പറയുന്നത്. ഇത് ആർക്ക് മനസ്സിലാകുന്നില്ല എന്നറിയോ? വീട്ടിലുള്ള ഭാര്യയ്ക്ക് മനസ്സിലാകുന്നില്ല, സ്വന്തം പെങ്ങൾക്ക് മനസ്സിലാകുന്നില്ല, സ്വന്തം കുടുംബത്തിലുള്ള പെണ്ണുങ്ങൾക്ക് മനസ്സിലാകുന്നില്ല ആണുങ്ങളുടെ കഷ്ടപ്പാട്. അവർ അട്ടഹസിച്ച് ഉല്ലഹസിച്ച് രസിച്ച് ജീവിക്കുന്ന ഒരു തലമുറയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വാപ്പക്കാണെങ്കിലോ ജ്യേഷ്ഠൻക്കാണെങ്കിലോ ഭർത്താവിനാണെങ്കിലോ ഒരു അക്ഷരം മിണ്ടാൻ പറ്റാത്ത വിധത്തിലാണ്. കാരണം അത്രയ്ക്കും വിഷമത്തിലായിരിക്കുകയാണ് ഓരോ മനുഷ്യർ, ഓരോ ആണുങ്ങളും ചെയ്യുന്ന ഓരോ ജീവിതവും. ഈ കാര്യം പറയാൻ കാരണം, നിങ്ങൾ ഈ മൊബൈൽ ഫോൺ ഒന്ന് കണ്ടു നോക്കൂ. ഈ അടുത്ത് എൻ്റെ അടുത്ത് ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ എൻ്റെ ഭാര്യക്ക് ഐഫോൺ വേണത്രേ. ഞാൻ പറഞ്ഞു, എന്താ എടുത്തു കൊടുക്കല്ലേ, നിങ്ങൾക്ക് ക്യാഷ് ഒന്നും ഉണ്ടല്ലേ, ഭാര്യക്ക് എടുത്തു കൊടുക്കല്ലേ എന്ന് പറഞ്ഞപ്പോൾ ആ മനുഷ്യൻ കാണിച്ച ഫോണാണ്. അതിന് ഞാൻ അവിടെ നിന്ന് വീഡിയോ എടുത്ത് നിങ്ങളുടെ മുമ്പിൽ കാണിക്കണമെന്നാണ് എൻ്റെ ഉദ്ദേശം. കാരണം ഓരോ ഭാര്യമാരും സ്വന്തം ഭർത്താക്കന്മാരെ നിങ്ങൾ കണ്ടറിയണം, മനസ്സിലാക്കണം. ഓരോ ജ്യേഷ്ഠന്മാരുടെ കഷ്ടപ്പാടുകൾ നിങ്ങൾ മനസ്സിലാക്കണം. ഒരു വാപ്പയുടെയും കഷ്ടങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. ഇല്ലാത്ത കാലത്തോളം കുടുംബത്തിൽ ഐശ്വര്യം കുറഞ്ഞു പോകാൻ സാധ്യത കൂടുതലാണ്. ഈ മൊബൈലിനെ കണ്ടാൽ മതി നിങ്ങൾക്കൊരു കുടുംബത്തിന്റെ അത്താണിയായിട്ട് ഓരോ ആണുങ്ങളും എത്രയാണ് അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ജീവിക്കുന്നത് എന്ന് ഈ മൊബൈലാണ് നമുക്ക് ഏറ്റവും വലിയ ഉദാഹരണമായി വെക്കാൻ കഴിയുന്നത്. ഓക്കെ, വീണ്ടും കാണാം. എല്ലാ